സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് നോക്കുന്നത്. നിങ്ങൾ ഷെയർ ചെയ്തൊരു ലേഖനമുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങാമലയിൽ ഈയടുത്തൊരു വലിയ കാർഷിക ഉത്സവം നടന്നു. ഫാം ഫ്യൂഷൻ 2025. സെപ്റ്റംബർ 17 തൊട്ട് 20 വരെയായിരുന്നു. പെരിങ്ങാമലയിലെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഒരു ഏകദേശം 100 ഏക്കർ സ്ഥലത്താണിത് നടന്നത്. ചിലപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആ, ശരിയാണ്. പലപ്പോഴും അങ്ങനത്തെ ലോക്കൽ ഇവന്റ്സ് വലിയ വാർത്തയാവില്ല. അതെ. പക്ഷേ ഈ ലേഖനമൊന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സാധാരണ കാർഷിക മേളയല്ല. എന്തൊക്കെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. എന്തായിരുന്നു ശരിക്കും ഈ ഫാം ഫ്യൂഷന്റെ ഒരു ഹൈലൈറ്റ്സ്? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞുപോലെ ഇതൊരു വെറും മേളയല്ല. ലേഖനം വായിക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. ഇതിനെ ഒരു ബഹുമുഖ കാർഷികോത്സവം എന്ന് തന്നെ പറയാം. കാരണം നോക്കൂ, അറിവ് തരാൻ സെമിനാറുകളുണ്ട്, പിന്നെ പുതിയ ടെക്നോളജിയൊക്കെ കാണിക്കാൻ പ്രദർശനങ്ങള്, സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും സ്റ്റാളുകള്, ഗവൺമെന്റ് സർവീസുകളൊക്കെ കിട്ടാൻ കൗണ്ടറുകള്, ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് പ്രോഗ്രാംസ്, പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് നാടൻ മത്സരങ്ങള്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതായിരുന്നു അത്. ലേഖനത്തിൽ പറയുന്നൊരു പ്രധാന കാര്യം ഈ പുതിയ കൃഷിരീതികളും അറിവുകളുമൊക്കെ ഇല്ലേ, അതെല്ലാം കർഷകരിലേക്കും പിന്നെ ഈ കൃഷിയിൽ താൽപ്പര്യമുള്ള സാധാരണക്കാരിലേക്കും എത്തിക്കുക. അതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. അത് ശരിയാണ്. അറിവ് കൊടുക്കുന്ന കാര്യത്തിൽ അവര് ഒട്ടും പിന്നിലായിരുന്നില്ല. സെമിനാറുകളുടെ ടോപ്പിക്സ് തന്നെ നോക്കിയേ. കാലാവസ്ഥാനുസൃത കൃഷി, അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വേണ്ട ഒന്നാണ്. അതെ അതെ. പിന്നെ കീടനാശിനി സുരക്ഷിതോപയോഗം, അതോടൊപ്പം പച്ചക്കറി വിളകളിലെ സംയോജിത രോഗനിയന്ത്രണം. ഈ സംയോജിത രോഗനിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പക്ഷേ, അതായത് ഈ കെമിക്കൽസ് മാത്രം ഉപയോഗിക്കാതെ കുറച്ച് ജൈവ രീതികളും പിന്നെ അത്യാവശ്യമെങ്കിൽ മാത്രം കുറച്ച് രാസവസ്തുക്കളും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു സിസ്റ്റം. അതെ. അപ്പോ ഈ വിഷയങ്ങളൊക്കെ കർഷകർക്ക് നേരിട്ട് ഉപകാരപ്പെടുന്നതാണ്. കൃഷിമന്ത്രി പി പ്രസാദ് തന്നെ വന്ന് ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനൊരു ഗൗരവമുണ്ട്. ശരിയാണ്. അതുകൂടാതെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വിസ് പ്രോഗ്രാമും വെച്ചു, കാർഷിക ക്വിസ്. അത് നല്ല കാര്യമാണ്. പുതിയ പിള്ളേരിലേക്കും ഈ കൃഷിയുടെ ഒരു താല്പര്യം എത്തിക്കാൻ നല്ലതല്ലേ? അതെ. ഈ സെമിനാർ വിഷയങ്ങൾ തെരഞ്ഞെടുത്തതിലും ഒരു ശ്രദ്ധ കാണാം. വെറുതെ എന്തെങ്കിലും പറയല്ല. ഈ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ സേഫ് ഫുഡ്, ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങൾ. അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. ശരിയാണ്. മന്ത്രി വന്നത് തന്നെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കാണിക്കുന്നു. കുട്ടികൾക്കുള്ള ക്വിസ്, അതൊരു മത്സരത്തിനപ്പുറം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അടുത്ത തലമുറയെ കണക്ട് ചെയ്യാൻ. ഇനി ഇതിന്റെ വേറൊരു കാര്യം പറയാം. ലേഖനത്തിൽ കണ്ടത് വെറുതെ ഇൻഫർമേഷൻ കൊടുക്കുക മാത്രമല്ല, കുറച്ച് പ്രാക്ടിക്കൽ ഹെൽപ്പും അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസില്ലേ, അവരുടെ നേതൃത്വത്തിൽ ചെറിയ കൃഷി മെഷീനുകളൊക്കെ സൗജന്യമായിട്ട് റിപ്പയർ ചെയ്ത് കൊടുത്തുന്ന്. ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല ചിലപ്പോ, പക്ഷെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? സാധാരണ മേളയിൽ ഇത് കാണാറില്ലല്ലോ. അത് വളരെ നല്ലൊരു പോയിന്റാണ്. ഈ ഫ്രീ റിപ്പയറിംഗ് ശരിക്കും വെറുമൊരു സേവനമായിട്ട് കാണാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സാധാരണ കർഷകൻ, അയാളുടെ ടില്ലറോ പമ്പ് സെറ്റോ എന്തെങ്കിലും ഒന്ന് കേടായാൽ അത് നന്നാക്കാൻ പോകുന്ന ചെലവ്, സമയം, ഇവിടെ മേളയ്ക്ക് വന്നപ്പോ അവിടെ വെച്ച് തന്നെ ഫ്രീ ആയിട്ടത് ശരിയാക്കി കിട്ടുന്നു. അത് വലിയ കാര്യമാണ്. നേരിട്ടുള്ള ഒരു സാമ്പത്തിക ലാഭമാണത്. ചിലപ്പോ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊരു മോട്ടിവേഷൻ കൂടിയാവും. ശരിയാണ്. പലപ്പോഴും ഇങ്ങനത്തെ ചെറിയ സപ്പോർട്ടാണ് അവർക്ക് വലിയ ആശ്വാസം. ശരിക്കും ഇതൊരു വെറുമൊരു മേളയല്ല, പ്രാക്ടിക്കൽ ഹെൽപ്പാണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സർവീസുകളെ പറ്റിയൊക്കെ അറിയാനും ചിലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാനും ഒക്കെ അവിടെ സ്റ്റോൾ ഉണ്ടായിരുന്നു. പ്രോഡക്റ്റ് സ്റ്റോളെ സാധാരണ കാണുമല്ലോ, പക്ഷെ ഇവിടെ ഈ ഗവൺമെന്റ് സർവീസുകൾക്കൊരു സ്ഥലം കൊടുത്തത് നല്ലതാണ്. അതോടൊപ്പം ആ 100 ഏക്കർ ഫാം മുഴുവനൊന്നും നടന്നു കാണാനും അവസരം കൊടുത്തു. അത് കൊള്ളാം. പിന്നെ ഒരു നാടൻ ഫുഡ് കോർട്ടും, അതും മേളയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ. അതെ, ആ പ്രാക്ടിക്കൽ ഹെൽപ്പ് ശരിക്കും എടുത്തു പറയണം. ഇനി നമുക്ക് ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് വരാം, മത്സരങ്ങൾ. ഇവിടെയാണ് ഈ ഫാം ഫ്യൂഷൻ ശരിക്കും ഒന്ന് വേറിട്ട് നിന്നത്. ലേഖനത്തില് ഭയങ്കര പ്രാധാന്യത്തോടെ ഒരു മത്സരം പറയുന്നുണ്ട്, തേങ്ങ പൊതിക്കൽ മത്സരം. ഇതൊരു കോമ്പറ്റീഷനായി നടത്തുന്നത് അത്ര കോമൺ അല്ലല്ലോ. അല്ല. വെറും 2 മിനിറ്റ് കൊണ്ട് 5 തേങ്ങ പൊതിച്ച ഒരാൾ ഫസ്റ്റ് അടിച്ചുവെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ സ്പീഡും സ്കില്ലും. അതെ. കാണികളൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു എന്നും പറയുന്നുണ്ട് ലേഖനത്തില്. ഇത് മാത്രമല്ല, തെങ്ങിന്റെ പട്ടയും ഓലയും ഒക്കെ വെച്ച് മെടയുന്ന മത്സരം, അതും നല്ല കയ്യടിയോടെയാണ് ആളുകൾ കണ്ടത്.
പിന്നെ വിത്ത് തരംതിരിക്കൽ, തക്കാളി പെറുക്കൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നില്ലേ? തീർച്ചയായും കൗതുകമുണ്ട്. പക്ഷെ ഒരു ചോദ്യം, ഇങ്ങനത്തെ മത്സരങ്ങൾ ഒരു നാടൻ തമാശ എന്നതിനപ്പുറം ഈ മേളയുടെ മൊത്തം ലക്ഷ്യങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? അതായത് ഈ സീരിയസ് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു ഡിസ്ട്രാക്ഷനാണോ അതോ ഇതിന് വേറെ വല്ല മാനങ്ങളുമുണ്ടോ? നല്ല ചോദ്യം. ഒറ്റനോട്ടത്തിൽ ഒരു ഫൺ എലമെന്റ് മാത്രമായിട്ട് തോന്നാം. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചാൽ ഇതിനു വേറെ ചില പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട സ്കിൽസ് ആണിത്. തേങ്ങ പൊതിക്കൽ, ഓലമെടയലൊക്കെ. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഈ മെഷീനൊക്കെ വന്നപ്പോൾ പുതിയ തലമുറയ്ക്കിതൊന്നും അത്ര പരിചയം കാണില്ല. ശരിയാണ്. അപ്പോൾ ഇങ്ങനത്തെ മത്സരങ്ങൾ വരുമ്പോൾ ആ സ്കിൽസിനെ നമ്മൾ വീണ്ടും ഓർക്കുന്നു, അതിനൊരു വില കൊടുക്കുന്നു, ആ കഴിവുള്ളവരെ അംഗീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് ഫ്യൂഷൻ എന്ന പേരിനോട് ശരിക്കും ചേരുന്നുണ്ട്. ഒരു സൈഡിൽ ഏറ്റവും മോഡേണായ കൃഷിരീതികൾ, മെഷീനുകൾ, ടെക്നോളജിയൊക്കെ സംസാരിക്കുന്നു, കാണിക്കുന്നു. അതേസമയം മറുഭാഗത്ത് നമ്മുടെ തനതായ നാടൻ അറിവുകളും കഴിവുകളും ആഘോഷിക്കുന്നു. ഇത് രണ്ടും പ്രധാനമാണ് എന്ന് പറയാതെ പറയുകയാണ് ഈ മേള. ഓക്കേ. അപ്പോ ഇതൊരു വെറും ശ്രദ്ധതിരിക്കലല്ല, കൃഷിയുടെ ഒരു ഹോളിസ്റ്റിക് ചിത്രം കൊടുക്കാനുള്ള ശ്രമമാണ്. അറിവ്, എന്റർടൈൻമെന്റ്, പാരമ്പര്യം, മോഡേണിറ്റി എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്നു. അപ്പോ നിങ്ങൾ പറയുന്നത് ഇതിന്റെ പേര് ഫാം ഫ്യൂഷൻ, അത് വളരെ കറക്റ്റ് ആയിരുന്നുവെന്നാണ്? അതെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മോഡേൺ കാര്യങ്ങളും പഴയ കാര്യങ്ങളും, അറിവും തമാശയും, സേവനവും കച്ചവടവും എല്ലാം കൂടി ശരിക്കൊരു ഫ്യൂഷൻ തന്നെ. അതെ, അങ്ങനെ തന്നെ കാണണം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നോർത്താൽ അത് ക്ലിയർ ആവും. ക്ലൈമറ്റ് ചേഞ്ച് പോലത്തെ സീരിയസ് സെമിനാറുകൾ, പിന്നെ കർഷകന് നേരിട്ടുപകാരമുള്ള ഫ്രീ മെഷീൻ റിപ്പയർ പോലുള്ള സർവീസുകൾ, പുതിയ പ്രോഡക്ട്സ്, ടെക്നോളജി, അതിന്റെ എക്സിബിഷൻ, ഗവൺമെന്റ് സ്കീമിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, അതിന്റെ കൂടെ തന്നെ നമ്മുടെ നാടിന്റെ ഒരു തനിമ കാണിക്കുന്ന ഈ തേങ്ങ പൊതിക്കലും നാടൻ ഫുഡും എല്ലാം ഒരേ സ്ഥലത്ത്. ശരിയാണ്. ലേഖനത്തിൽ വേറൊരു പ്രധാന കാര്യം പറഞ്ഞത് ഈ മേളയ്ക്ക് എൻട്രി ഫീ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതും ശ്രദ്ധിച്ചു. പലപ്പോഴും ഇങ്ങനത്തെ വലിയ മേളകൾക്കൊരു ടിക്കറ്റ് വെക്കാറുണ്ട്. ഇവിടെ അത് ഫ്രീ ആക്കിയത് ഒരുപക്ഷെ സാധാരണക്കാർക്ക് വരാൻ അതൊരു വലിയ എളുപ്പമായിട്ടുണ്ടാകാം. കൂടുതൽ ആളുകളിലേക്ക് ഈ മേള എത്താൻ അത് സഹായിച്ചിട്ടുണ്ടാകും. തീർച്ചയായും. അടുത്ത വർഷവും ഇതുപോലെ നടത്താൻ സാധ്യതയുണ്ട് എന്ന ലേഖനത്തിലൊരു സൂചനയുണ്ട്. അതൊരു പക്ഷേ ഈ മേളയുടെ ഒരു വിജയമായിട്ട് കാണാം. ശരിയാണ്. ആ ഫ്രീ എൻട്രി ഒരുപാട് ആളുകളെ ആകർഷിച്ചിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന്, നിങ്ങൾ തന്ന ലേഖനത്തിൽ നിന്ന് ശരിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഫാം ഫ്യൂഷൻ 2025 അതൊരു വെറും സ്റ്റാളും പ്രസംഗവും മാത്രമുള്ള ഒരു ടിപ്പിക്കൽ അഗ്രികൾച്ചർ ഫെയർ ആയിരുന്നില്ല. അല്ല, അത് അറിവും ആവേശവും ഒരുപോലെ കിട്ടിയ ഒരിടമായിരുന്നു. ഏറ്റവും പുതിയ ടെക്നോളജിയെപ്പറ്റി സീരിയസ് ആയിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മുടെ മണ്ണിന്റെ മണമുള്ള പഴയ തലമുറയുടെ ഒരു കൈപുണ്യമുള്ള കഴിവുകളും അവിടെ ആഘോഷിച്ചു. കർഷകന് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന സേവനങ്ങൾ, കുട്ടികൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത ക്വിസ്, നാടൻ ഫുഡ്, ഗവൺമെന്റ് ഇൻഫർമേഷൻ എല്ലാം കൂടെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ്, ഒരു ശരിക്കുള്ള കാർഷിക ഉത്സവം തന്നെയായി മാറി. തീർച്ചയായും. ഈ മേളയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഈ പല കാര്യങ്ങളുടെ ഒരു കറക്റ്റ് മിക്സാണ്. ഇനി നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇതിനോട് ചേർത്ത് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാമെന്ന് തോന്നി. പറയൂ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണല്ലോ. ഇൻഫർമേഷൻ എല്ലാം വിരൽത്തുമ്പിൽ കിട്ടും. ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ഈ പെരിങ്ങാമലയിൽ നടന്ന പോലത്തെ ആളുകൾ നേരിട്ട് വന്ന് പങ്കെടുക്കുന്ന ഒരു ലോക്കൽ കാർഷിക മേളയ്ക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്? അതൊരു നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പുതിയ തലമുറയ്ക്ക് കൃഷിയോട് താല്പര്യം കുറയുന്നുവെന്ന്. അപ്പോൾ അവരെ ഈ ഫീൽഡിലേക്ക് ആകർഷിക്കാനും നമ്മുടെ പഴയ കൃഷി അറിവുകളും രീതികളും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും ഇങ്ങനത്തെ മേളകൾക്ക് ശരിക്കും പറ്റുമോ? അതോ ഒരു താൽക്കാലിക ആവേശം മാത്രമായിട്ട് നിൽക്കുമോ? ശരിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ഒന്ന് ആലോചിക്കാവുന്നതാണ്.